സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് സെയ്ഫിന് ഇപ്പോൾ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണെങ്കിൽ ഇവിടെ ഇന്ന് മഴയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടുള്ള ഇടങ്ങളിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു ശക്തമായ മഴ പെയ്യുന്നതെന്ന് തോന്നുന്നു. സെയ്ഫ്, തിരുവനന്തപുരത്തടക്കം നല്ല ശക്തമായ മഴയുണ്ടോ? പിന്നെ നല്ല മഴയുണ്ട്. നല്ല മനുഷ്യന്മാരുള്ള സ്ഥലത്ത് നല്ല മഴ പെയ്യുമെന്നാണല്ലോ ജിൻസി പറയുന്നത്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് അത് മാറി വന്നു എന്നുള്ളതേ ഉള്ളൂ. റിപ്പോർട്ട് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ നല്ല മഴ പെയ്യേണ്ടതാണ്. 3 ജില്ലകളാണല്ലോ, കാസർഗോഡും കണ്ണൂരും കോഴിക്കോട്. ഈ 3 ജില്ലകളിലാണ് ശക്തമായ മഴ ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗംഭീര മഴയായിരുന്നെന്നാണല്ലോ കേട്ടത്. പക്ഷേ അത് വരുമായിരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ വരുമായിരിക്കും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുതിയ അലേർട്ട് വരും. അലേർട്ട് വരുന്നതിന് മുമ്പ് എന്തായാലും മഴ പെയ്യും ജിൽസി. ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത്. യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ ശക്തമായ മഴയ്ക്ക് സാധ്യത. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബാക്കി 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഇടിമിന്നലും അതിന് സാധ്യതയുണ്ട്. വെറും മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്തും കർണാടക തീരത്തും ലക്ഷദ്വീപ് തീരത്തും അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ മുതൽ ട്രോളിംഗ് ആണ്. എന്നിരുന്നാലും മത്സ്യത്തൊഴിലാളികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കാറ്റ് വലിയ രീതിയിൽ അടിക്കുന്നുണ്ട്. അത് മത്സ്യബന്ധനത്തിന് വള്ളത്തിലൊക്കെ പോകുന്നവർ കാര്യമായി ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ പൊന്മുടി അടച്ചു. ഇന്നലെ രാത്രിയോടുകൂടി അടച്ചു. നമ്മുടെ ബിജിനും വൈഫും കൂടി ഇന്നലെ പൊന്മുടി പോയിരുന്നു. അപ്പോൾ അവൻ പോയപ്പോഴേ അത് അടച്ചു. അതിന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.